അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പേപ്പറിലൊക്കെ പൊതുവെ കണ്ടുവരുന്ന ഒന്നാണ് ക്രമത്തിലാക്കാമെന്നുള്ള പ്രവർത്തനം. അപ്പം നമുക്കൊന്ന് നോക്കാം. 1. അൽ മുബാറകാത്തു അത്വയ്യിബാത്തു അസ്സലവാത്തു അത്തഹിയ്യാത്തു ലില്ലാഹി അസ്സലാമു വബറകാതുഹു അയ്യുഹൻ നബിയ്യു അലൈക വറഹ്മത്തുള്ളാഹ്. ഇതിൽ ശരിയായിട്ട് ഓരോന്നും കൃത്യമായിട്ട് ആ വരി അനുസരിച്ച് തന്നെ എഴുതണം. അത്തഹിയ്യാത്തു, അൽ മുബാറകാത്തു, അസ്സലവാത്തു, അത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്രമപ്രകാരം തന്നെ എഴുതിയെടുക്കണം. 2ാമത്തെ പ്രവർത്തനവും ഇതേപോലെ തന്നെയാണ്. അർഹമുർ റാഹിമീൻ റബ്ബിഗ്ഫിർ വ അൻത വർഹം. അത് ഓർഡറിൽ എഴുതാം. റബ്ബിഗ്ഫിർ വർഹം വർഹം റബ്ബിഗ്ഫിർ വർഹം വ അൻത അർഹമുർ റാഹിമീൻ. ഇനി 3ാമത്തേത് അസ്സലാമു അലൈന അസ്സാലിഹീന വഅലാ ഇബാദില്ലാഹി. ഇതിൽ ഫസ്റ്റ് വരേണ്ടത് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. പൂരിപ്പിച്ചു കൊടുക്കുക. ഇതേപോലെ പൂരിപ്പിക്കാൻ പരീക്ഷകൾ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള നിസ്കാരത്തിലെ ദിക്റുകൾ കുട്ടികളെ കാണാതെ തന്നെ പഠിപ്പിക്കുക. പറ്റുമെങ്കിൽ എഴുതി പഠിപ്പിക്കുകയും ചെയ്യുക. 1ാമത്തേത് റബ്ബിഗ്ഫിർ ലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. വിട്ട ഭാഗം ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. 2. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദു. 3ാമത്തെ ദിക്ർ അത് നമ്മുടെ കുനൂത്തിലേതാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. അതുവരെ. ഇനി 4ാമത്തേത് സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. ഇനി 5 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനം. 1. 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇഖാമത്തും ഡാഷ്. 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. 2. വുളൂ ചെയ്യുന്ന വെള്ളം ഡാഷ് എന്തായിരിക്കണം? തഹൂർ ആയിരിക്കണം. 3. വുളൂഇൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഡാഷ്. തടസ്സങ്ങൾ ഉണ്ടാവരുത്. അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. 4. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഡാഷ് ഒലിപ്പിക്കണം. 5. വുളൂ ചെയ്യുക കുളി നിർബന്ധമുള്ളവർ ഡാഷ്. അത് പൂരിപ്പിച്ചു കൊടുക്കാനാണ്. എങ്ങനെ പൂരിപ്പിക്കുക? വുളൂ ചെയ്യുക, കുളി നിർബന്ധമുള്ളവർ എന്ത് ചെയ്യുക? കുളിക്കുക. ഇനി 6 റബ്ബിഗ്ഫിർ വർഹം വ അൻത അർഹമുർ റാഹിമീൻ. 7
വമിൻ ഫിത്നത്തിൽ മഹയ്യ വൽ മമാതി വമിൻ ഫിത്നത്തി മസീഹിദ് ദജ്ജാൽ. അതാണ് പൂരിപ്പിക്കാനുള്ളത്. എട്ടാമത്തത് സുജൂദിൽ സുബ്ഹാന റബ്ബിൽ അഅ്ല വബിഹംദിഹി എന്ന് ഡാഷ്. സുജൂദിൽ സുബ്ഹാന റബ്ബിൽ അഅ്ല വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലണം. 9 പള്ളികളിൽ കാണുന്ന ഡാഷ് ഖിബിലക്ക് നേരെയാകുന്നു. പള്ളികളിൽ കാണുന്ന മെഹ്റാബ് ഖിബിലക്ക് നേരെയാകുന്നു. 10 വുളൂഇൽ ചെവി രണ്ടും ഡാഷ് തവണ തടവണം. വുളൂഇൽ ചെവി രണ്ടും 3 തവണ തടവണം. 11 വുളൂ ചെയ്യുന്ന വെള്ളം ഡാഷ് തഹൂറായിരിക്കണം. 12 ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് ഡാഷ് നീങ്ങാം. പൂരിപ്പിച്ചു കൊടുക്കാം. ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് ബോധം നീങ്ങാം. ഇനി 13 അസ്സലാത്തു ഖൈറുൻ ഡാഷ്. അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം. ഇനി 14 റമളാൻ മാസം മുഴുവൻ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. റമളാൻ മാസം മുഴുവൻ നോമ്പും നോൽക്കുക. ഇനി 15 ഫാത്തിഹയുടെ മുമ്പ് അഊദും ശേഷം ഡാഷ്. ഫാത്തിഹയുടെ മുമ്പ് അഊദും ശേഷം ആമീൻ എന്നും പറയണം. ഇനി അടുത്ത പ്രവർത്തനം ഇതാണ്. ശരി നൽകാം. ഇവിടെ 1 കാണാം. വഅഫിനി ഫീമൻ ഡാഷ്. അതിൽ ഹാഫൈത്ത എന്നാണോ അതോ ആഫൈത്ത എന്നാണോ? ശരിയായത് ആഫൈത്ത. 2 അല്ലാഹുമ്മ ഗഫിർലി. അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു എന്നാണോ മാ ഖദ്ദംതു എന്നാണോ? ശരിയായത് മാ ഖദ്ദംതു, ഖാഫാണ്. 3 7 അവയവങ്ങൾ നിരത്ത് വെച്ചാണ്. 7 അവയവങ്ങൾ നിരത്ത് വെച്ച് ചെയ്യുന്നത് എന്താ? റുക്കൂ ചെയ്യുന്നത്, സുജൂദ് ചെയ്യുന്നത്. ശരിയായത് സുജൂദ്. ഇനി 4 ഫാത്തിഹയുടെ മുമ്പ് എന്താ ചെയ്യുന്നത്? ആമീൻ പറയണമെന്നാണോ അഊദു ഓതണമെന്നാണോ? ശരിയായത് അഊദു ഓതണം. ഇനി 5 ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓരോ സൂറത്ത് ഓതുന്നു എന്നാണോ 3 സൂറത്ത് ഓതുന്നു എന്നാണോ? ശരിയായത് ഓരോ സൂറത്ത് ഓതുന്നു. 6 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇഖാമത്തും എന്താണ്? നിർബന്ധമാണ് എന്നാണോ അതോ സുന്നത്താണ് എന്നാണോ? ശരിയായത് സുന്നത്താണ്. 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ഇനി അവസാന പ്രവർത്തനമാണ് വേർതിരിക്കാമെന്നുള്ളത്. ഇപ്പോൾ മുകളിലെ ഈ ബ്രാക്കറ്റിൽ കാണാം, ഹജ്ജ് ചെയ്യുക, സമയം ആയെന്നറിയുക, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം, ഔറത്ത് മറക്കുക, സക്കാത്ത് കൊടുക്കുക. ഇതിൽ നിന്ന് വുളൂഇൻ്റെ ഷർത്തുകളും നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഇസ്ലാം കാര്യങ്ങളും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതറിയുമെങ്കിൽ ഇതന്നെ എഴുതുക. അതല്ല നിങ്ങൾക്ക് 3ാമത്തേതാണ് ഫസ്റ്റ് അറിയുന്നെങ്കിൽ ആദ്യം 3 എഴുതുക. പിന്നെ ഇതിൽ ഏതില കിട്ടുക നോക്കുക. വുളൂഇൻ്റെ ഷർത്താണ് ശേഷം കിട്ടുന്നതെങ്കിൽ അത് എഴുതുക. അതല്ല നിസ്കാരത്തിൻ്റെ ഷർത്താണ് കിട്ടുന്നതെങ്കിൽ
അത് രണ്ടാമതായിട്ടും എഴുതുക. ഇത് ഒന്നാമതായിട്ട് എഴുതുക, അപ്പോൾ ഇത് രണ്ടാമതായിട്ട് എഴുതുക. ഇനി നോക്കി വെക്കാം. നമുക്ക് ആദ്യം ഇസ്ലാം കാര്യങ്ങൾ നോക്കി വെക്കാം. ഒന്നുകൂടെ കണ്ടോ, ഹജ്ജ് ചെയ്യുക. ഹജ്ജ് ചെയ്യുക എന്നത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. പിന്നെ അതുപോലെ അവസാനത്തത് കാണാം, സക്കാത്ത് കൊടുക്കുക. അതും ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. ഇനി രണ്ടാമത്തെ നോക്കുക. ഇനി നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഒന്നെന്താണ്, സമയം ആയെന്നറിയുക എന്നതാണ്. മറ്റൊന്ന് ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. ഇനി ഒന്ന് വുളൂഇൻ്റെ ഷർത്ത്. വുളൂഇൻ്റെ ഷർത്താണ് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം എന്നത്. ആകെ ഒറ്റ ഷർത്ത് മാത്രമേ ഉള്ളൂ ബ്രാക്കറ്റിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ 2ാം ക്ലാസ്സിൻ്റെ ഫിഖിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.